സയന്റിഫിക് ഓഫീസർ ബയോളജി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉള്ള ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ കുറെ നാളുകളായിട്ടുള്ള ചോദ്യങ്ങളാണ്. സിലബസ് എന്ന് വരും, കൺഫർമേഷൻ എന്ന് വരും, ഈ വർഷം എക്സാം ഉണ്ടാവുമോ, സിലബസ് മാറുമോ, അല്ലെ? ഈ വക ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായിട്ട് നമ്മുടെ കൺഫർമേഷൻ വന്നിരിക്കുന്നു, എക്സാം ഡേറ്റ് വന്നിരിക്കുന്നു, സിലബസും വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, എന്നാണ് എക്സാമിന്റെ ഡേറ്റ്? എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത് നവംബർ 12 2024 നവംബർ 12 എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, കൺഫർമേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്നലെ മുതൽ കൺഫർമേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. കൺഫർമേഷൻ ചെയ്യാത്തവരൊക്കെ കൺഫർമേഷൻ കൊടുക്കുക. നവംബർ 12 എക്സാം ഡേറ്റ്, അല്ലെ? നവംബർ 12 എന്ന് പറയുമ്പോൾ ഇനി 2 മാസം, കഷ്ടി 2 മാസമാണ്. ഏകദേശം നമുക്കൊരു 2 മാസമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. അതുപോലെ സിലബസ് വന്നു, സിലബസ് വന്നു, ഒഫീഷ്യൽ സിലബസ് വന്നു. സിലബസിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ, നമുക്ക് നവംബർ 12 എക്സാം എന്ന് പറയുമ്പോൾ ഇന്ന്, അല്ലെ, വളരെ 2 മാസം, ഏകദേശം 2 മാസം, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 79 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. 79 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ 79 ദിവസം വളരെ കാര്യക്ഷമമായിട്ട് നമ്മൾ വിനിയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെ? 79 ദിവസവും ഉണ്ട്, അല്ലെ? സിലബസിനകത്ത് നമുക്കറിയാം അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉള്ള ഒരു സിലബസ് ആണ് നമുക്കുള്ളത്. അവിടെയും സന്തോഷിക്കാനുള്ള വകയുണ്ട്. സിലബസിൽ ബോട്ടണി പോർഷൻസ് കുറെ എലിമിനേറ്റ് ചെയ്തിരിക്കുന്നു. എക്കോളജി പോർഷൻസും ബോട്ടണി പോർഷൻസും ഒക്കെ കുറെ എന്ത് ചെയ്തിരിക്കുന്നു? എലിമിനേറ്റ് ചെയ്തിരിക്കുന്നു. സുവോളജിയിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും വലിയൊരു മാറ്റമൊന്നും കാണാനില്ല. എന്നാലും സുവോളജിയിലും കുറച്ച് പോർഷൻസ് ഒക്കെ മാറിയിട്ടുണ്ട്. ബാക്കിയുള്ള പോർഷൻസ് എല്ലാം റീഷഫിൾ ചെയ്താണ് സിലബസിൽ വന്നിരിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലബസിലേക്കൊക്കെ പോവാം. അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. കൺഫർമേഷൻ കൊടുക്കാനുള്ളവർ കൺഫർമേഷൻ കൊടുക്കുക, അല്ലെ? എക്സാം ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുക. പുതിയ സിലബസ് പ്രിന്റ് എടുക്കുക. പഴയ സിലബസ് ഒക്കെ മാറ്റണം, പുതിയ സിലബസ് പ്രിന്റ് എടുക്കുക. നല്ല സിലബസ് ആണ്. പുതിയ സിലബസിൽ വന്നപ്പോ കുറെ ക്ലാസിക്കൽ പോർഷൻസും കുറെ ചവറായിട്ടുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്, അല്ലെ? പുതിയ സിലബസിലേക്ക് വന്നപ്പോ കുറെ കൂടെ നല്ല സിലബസ് ആണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. കുറെ കൂടെ പോർഷൻസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് സിലബസിലേക്ക് പോവാം. അതിനു മുമ്പ് ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. അപ്പൊ ഇത്രയും നാളും നമ്മുടെ ഒരു ടെൻഷൻ, എക്സാം വരുവോ, അല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കുവോ എന്നൊക്കെ, അല്ലെങ്കിൽ സമയം പഠിക്കാൻ ഇതാവോ എന്നൊക്കെ ആയിരുന്നു. ഇനി സമയമില്ല. ഇനി 2 മാസമേ ഉള്ളൂ. ഈ സിലബസ് വെച്ച് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ സമയം കളയാൻ ഇനി ഇല്ല. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെ? കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. 79 ദിവസം ഇന്ന്, അല്ലെ? 79 ദിവസം ഇന്ന് മുതലാണ്, അല്ലെ? നാളെ ആവുമ്പോൾ 78 ആവും. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. മാക്സിമം സ്മാർട്ട് വർക്ക് ചെയ്ത്, അല്ലെ? ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒക്കെ ചെയ്ത് പഠിക്കുന്ന ആളുകൾക്ക് മാത്രമേ റാങ്ക് ലിസ്റ്റിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് പുതിയ സിലബസിലേക്ക് ഒന്ന് കടക്കാം. പുതിയ സിലബസ് നമ്മൾ നേരെ പഴയ സിലബസിന്റെ ഉൾട്ടയാക്കിയിട്ടുണ്ട്. സുവോളജി ആദ്യം കിടന്നത് സുവോളജി രണ്ടാമതാക്കി, ബോട്ടണി ആദ്യം ആക്കി. പക്ഷെ എന്നാലും പേടിക്കാനൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ആകെ കൂടെ ബോട്ടണി സിലബസിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഡിസ്കസ് ചെയ്യും, അത് പുറകെ കാണാം. ഇതാണ് പുതിയ സിലബസിന്റെ ഒരു ഔട്ട്ലൈൻ. നമുക്ക് ആദ്യം ഔട്ട്ലൈൻ പറഞ്ഞു പോവാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഔട്ട്ലൈൻ. ഏതൊക്കെ മൊഡ്യൂളുകളാണ് ഉള്ളത്? ബോട്ടണിക്ക് 50 മാർക്കാണ് ബോട്ടണി പോർഷനിൽ നിന്ന് ചോദിക്കുക. 50 മാർക്കാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുക. ഓക്കെ, 50 മാർക്ക്. അതിൽ മൊഡ്യൂൾ 1 ടാക്സോണമി, മോർഫോളജി ഓഫ് ആൻജിയോസ്പം, എക്കണോമിക് ബോട്ടണി. കഴിഞ്ഞ സിലബസിൽ ഇത് ഉണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ സിലബസിലെ പോർഷൻസ് വീണ്ടും വെട്ടി ചുരുക്കിയിരിക്കുന്നു. അതിന്റെ കൂടെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൂടെ, ബോട്ടണിക്ക് 50 മാർക്ക്, സുവോളജിക്ക് 50 മാർക്ക്, ഓരോ മൊഡ്യൂളിനും ഇത്ര മാർക്ക് എന്ന് കൃത്യമായിട്ട് സിലബസിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൂടെ കുറച്ചുകൂടെ എളുപ്പമായി, അല്ലെ? പോർഷൻസ് കുറഞ്ഞു, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ എത്ര ക്വസ്റ്റ്യൻ ഒരു മൊഡ്യൂളിൽ നിന്ന് വരും എന്ന് കൃത്യമായിട്ട് അറിയാം. അത് വെറുതെ തന്നിരിക്കുന്ന കാര്യം, അത് കൃത്യമായിട്ട് ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ അതും കൂടെ നോക്കണം, മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൂടെ നോക്കണം. നമുക്ക് സിലബസ് ഡിസ്കഷനിൽ നമുക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തി ഡിസ്കസ് ചെയ്യാം, ഉടനെ തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മൊഡ്യൂൾ 2 റിസർച്ച് മെത്തഡോളജി, ബയോ സ്റ്റാറ്റിസ്റ്റിക്സ്. ആരും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കാത്ത ഒരു മൊഡ്യൂൾ ആണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെ? ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മെത്തഡോളജിയിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവും, സ്റ്റാറ്റിക്സിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതിനു മുമ്പ് ചോദിച്ചിരിക്കുന്ന സിമിലർ എക്സാമുകളെ വെച്ച് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് വൺ ബയോ ഫിസിക്സ് ആൻഡ്, ഇതിലൊന്നും വിടാനില്ല, കാരണം എല്ലാത്തിനും കൃത്യമായിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. അടുത്തത് ബയോ ഫിസിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. ഇവിടെ ബയോ ഫിസിക്സും ഇൻസ്ട്രുമെന്റേഷനും സെപ്പറേറ്റ് മൊഡ്യൂൾസ് ആയിരുന്നത് രണ്ടും കൂടെ ഒരുമിച്ചാക്കിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റേഷനിൽ വലിയ
മാറ്റങ്ങളൊന്നും വന്നില്ലെങ്കിൽ പോലും ബയോഫിസിക്സിലെ കുറെ പോർഷൻസ് നമ്മുടെ ഫിക്സിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ബയോഫിസിക്സിൽ കുറെ പോർഷൻസ് നമുക്ക് അല്ലെ പലർക്കും പേടി സ്വപ്നമായിരുന്ന പല സാധനങ്ങളും ബയോഫിസിക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്തത് ബയോ കെമിസ്ട്രി ആൻഡ് പ്ലാൻ ഫിസിയോളജി. ഇവിടെ പ്ലാൻ ഫിസിയോളജിയുടെ കോൺട്രിബ്യൂഷൻ വീണ്ടും കുറഞ്ഞു. ബയോ കെമിസ്ട്രി അവിടെ ഉണ്ട്, എന്നാലും പ്ലാൻ ഫിസിയോളജിയുടെ കണ്ടന്റ് അവിടെ കുറഞ്ഞിട്ടുണ്ട്. സെൽ ബയോളജി, മോളിക്കുലർ ബയോളജി, നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത രണ്ട് പോർഷൻസ് ആണ് ഈ മോളിക്കുലാറും സെല്ലും. ഒരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ അന്നും പറയാറുണ്ട് ഇതില്ലാത്ത ഒരു എക്സാം ഇല്ല, ഇത് വെട്ടിക്കുറച്ചിട്ടുള്ള ഒരു എക്സാം ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സെല്ലും മോളിക്കുലാറിനും ഒരു മാറ്റവും ഇല്ല, അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ബയോടെക്നോളജി, ബയോ ഇൻഫോർമാറ്റിക്സ്, ബയോടെക്നോളജി കുറച്ച് പോർഷൻസ് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഓക്കെ, ദെൻ ബയോ ഇൻഫോർമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ ബയോളജി, അവിടെയൊക്കെ അല്ലെങ്കിലും കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. ദെൻ ജെനറ്റിക്സ്, മൈക്രോബയോളജി, എക്കോളജി. ആൻഡ് ഈ പോർഷനിലേക്ക് വന്നപ്പോൾ ഇവിടെ എക്കോളജി കാര്യമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. എക്കോളജി പോർഷൻസ് കാര്യമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചേഞ്ച് ഉണ്ടായിരിക്കുന്നത് ടോട്ടൽ ക്ലാസിക്കൽ ബോട്ടണി പോർഷൻസ് അല്ലെ, ടെറിഡോഫൈറ്റ്സ്, ബ്രയോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ഇതെല്ലാം പോയി അല്ലെ. പാലിയോ ബോട്ടണി ഒന്നുമില്ല, എല്ലാം ക്ലാസിക്കൽ ബോട്ടണി മൊത്തം എടുത്ത് സിലബസിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ എക്കോളജി പോർഷൻസിലാണ് അത്രയും വലിയ ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ദെൻ ലാസ്റ്റ് വൺ 2 മാർക്കിന് റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ ബോട്ടണി. അത് റീസെന്റ് ആയിട്ട് നമുക്ക് കറണ്ട് അഫയേഴ്സ് പോലെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാനുള്ള ഒരു ചെറിയൊരു പോർഷൻ ആണ് റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ ബോട്ടണി എന്ന് പറയുന്ന 2 മാർക്കിനുള്ള പോർഷൻ. ഓക്കെ, ഇത് ഡീറ്റെയിൽഡ് സിലബസ് അല്ല, ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് അടുത്ത ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ സുവോളജി പോർഷനിലേക്ക് വരുമ്പോൾ കണ്ടോ, ഇവിടെ ഉള്ള പോർഷൻസ് ഒക്കെ തന്നെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കറിയാം കോമൺ ഒക്കെ വെട്ടിക്കുറച്ചു. മോളിക്കുലർ ബയോളജി 2 സ്ഥലത്ത് ഉണ്ടായിരുന്നത് ഇപ്പൊ ഒരു സ്ഥലത്ത് മാത്രമാക്കി. നല്ല തീരുമാനം അല്ലെ, നമുക്ക് 2 സ്ഥലത്ത് ഉണ്ടായിരുന്നത് ഒന്ന് കുറച്ചു, അപ്പൊ ആ സിലബസ് എന്ത് ചെയ്തു, നന്നായിട്ട് ചുരുങ്ങി. ഇത്രയേ ഉള്ളൂ. അനിമൽ ഡൈവേഴ്സിറ്റി, എവല്യൂഷൻ. ഈ അനിമൽ ഡൈവേഴ്സിറ്റിയിൽ ആവശ്യമില്ലാത്ത കുറച്ച് ചവർ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, അതായത് ഫൈലോജനി പോർഷൻസ് ഒക്കെ കുറെയൊക്കെ വെട്ടിക്കുറച്ചിട്ടുണ്ട്, എന്നാലും ഉണ്ട്, എങ്കിലും കുറെയൊക്കെ അനിമൽ ഡൈവേഴ്സിറ്റിയിൽ നിന്ന് കുറച്ച് നമ്മുടെ മൊളസ്കേഡ എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ അങ്ങനത്തെ പോർഷൻസ് ഒക്കെ വെട്ടിക്കുറച്ചു. എവല്യൂഷൻ അല്ലെ, എവല്യൂഷനിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ദെൻ ബയോഫിസിക്സ്, അനിമൽ ഫിസിയോളജി, നോ ചേഞ്ച്. ബയോഫിസിക്സിന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ സുവോളജി പോർഷനിലെ ബയോഫിസിക്സ് ആണ് വെട്ടിക്കുറച്ചത്. ബോട്ടണിയിൽ ഓൾറെഡി ബയോഫിസിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ഒന്നായിരുന്നു, കുറച്ച് ടെക്നിക്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുവോളജിയിലെ ബയോഫിസിക്സ് ആണ് വെട്ടിക്കുറച്ചത് കേട്ടോ. ദെൻ അനിമൽ ഫിസിയോളജി ആസ് യൂഷ്വൽ, നോ ചേഞ്ച് അല്ലെ, എന്തെങ്കിലും ചെറിയ ചേഞ്ച് ഒക്കെ ഉണ്ടാവുള്ളൂ, ഞാൻ നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. ദെൻ ഇമ്മ്യൂണോളജി 10 മാർക്കാണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. 10 മാർക്കാണ് ഇമ്മ്യൂണോളജിയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അതുകൊണ്ട് ഇമ്മ്യൂണോളജി ഒക്കെ വൃത്തിയായിട്ട് പഠിക്കുക, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് പഠിക്കുക. ഡെവലപ്മെന്റൽ ബയോളജി, DB, ഹ്യൂമൻ ജെനറ്റിക്സിന് മൊത്തം രണ്ടും കൂടെ 10 മാർക്കാണ്. ജെനറ്റിക്സ് 2 മാർക്കും DB 8 മാർക്കുമാണ്. 8 മാർക്ക് ഫോർ DB, വെരി ഇമ്പോർട്ടന്റ്. കൃത്യമായിട്ടുള്ള സിലബസ് തന്നിട്ടുണ്ട്, മാറ്റം ഒന്നുമില്ല, പഴയതുപോലെയൊക്കെ തന്നെയാണ്. റീസെന്റ് ട്രെൻഡ്സ് അല്ലെങ്കിൽ റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ സുവോളജി 2 മാർക്ക്. ഇതാണ് നമ്മുടെ സിലബസിന്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഇത് കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ, പക്ഷെ ഇതിന്റെ ഓരോന്നിന്റെ അണ്ടറിലും ഒത്തിരി സാധനങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ കമ്പയർ ടു ഓൾഡ് സിലബസ് ഒത്തിരി പോർഷൻസ് നമുക്ക് കുറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഇനി നമ്മുടെ കയ്യിലാണ്, ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള 79 ദിവസം, ഇനി 79 അല്ല 78 ദിവസം നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, PSCക്ക് വളരെ സ്ലോ ആയിട്ട് പഠിക്കുന്ന ആൾക്കാരൊന്നും വേണ്ട, വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യക്ഷമമായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരെ മാത്രമേ PSCക്ക് ആവശ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യുക. ഇനി നോട്ടൊന്നും തപ്പിപ്പോകാൻ സമയമില്ല, ഞാൻ ആദ്യം മുതലേ പറയുന്നതാണ്, നോട്ടൊക്കെ കളക്ട് ചെയ്ത് വെക്കുക അല്ലെ, അല്ലെങ്കിൽ നോട്ടൊക്കെ എടുത്ത് വെക്കുക, ഉള്ളത് കയ്യിലുള്ളത് പഠിക്കുക. ഇനി നോട്ട് തപ്പി പോവാനോ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കാനോ ഒന്നും സമയമില്ല. ഇനി കയ്യിലുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് ഉള്ളത് റിവൈസ് ചെയ്യാനുള്ള സമയമാണ് 2 മാസം. ഈ സമയം നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വിധി തീരുമാനിക്കുന്നത്. ഓക്കെ, നമ്മള് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഉടനെ തന്നെ. ഈ ആഴ്ച തന്നെ നമ്മൾ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമുക്കറിയാം ടൈം ലിമിറ്റഡ് ആണ്. ക്രാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം റിവൈസ് ചെയ്തു, നമ്മൾ ഓൾറെഡി തന്നെ എൻട്രിയില് പോർഷൻസ് കവർ ചെയ്തതാണ്. ഒരു 90% ഓഫ് പോർഷൻസ് നമ്മൾ കവർ ചെയ്തതാണ്.
എക്കോളജി ഒക്കെ ഒഴിച്ച് വളരെ കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ കവർ ചെയ്യാൻ ഉണ്ടായിരുന്നത്. അത് ഉപകാരം എന്നോണം എക്കോളജിയുടെ ഒക്കെ കുറെ പോർഷൻസ് കട്ട് ചെയ്തു പോയി അല്ലെ. ഈ കട്ട് ചെയ്ത പോർഷൻസ് ആണ് മേജർ ആയിട്ട് കവർ ചെയ്യാൻ ഉണ്ടായിരുന്നത്. ഓൾറെഡി നമ്മൾ കവർ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഇനി ക്രാഷിലേക്കാണ് നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് വീക്ക് നമ്മൾ ക്രാഷ് കോഴ്സ് തുടങ്ങുവാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, സമയം എന്ന് പറയുന്നത് ഇനി ഇമ്പോർട്ടന്റ് ആണ്. നീ നോട്ട് തപ്പി നടക്കുക, ക്വസ്റ്റ്യൻസ് തപ്പി നടക്കുക, ഇതിനെല്ലാം നമ്മൾ സമയം കളയേണ്ടത് കയ്യിലുള്ളത് പഠിക്കാനാണ്. അത് നമ്മൾ ചെയ്തോളാം, ടീച്ചേഴ്സ് ചെയ്തോളാം. ഓക്കെ, അപ്പോ നിങ്ങൾ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, താഴെയുള്ള ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കുക. ഓക്കെ, ക്രാഷ് കോഴ്സ് നമ്മൾ അടുത്ത വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ബൂസ്റ്റപ്പ് ചെയ്യേണ്ട സമയമാണ്. ടൈം കളയാതെ കുറച്ച് സമയം കിട്ടിയാൽ ആ സമയവും പഠിക്കുക. അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ റാങ്ക് ലിസ്റ്റിലേക്ക് വരുള്ളൂ. താങ്ക് യു.